നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ചൈനീസ് അസ്ട്രോളജിയിലുള്ള ഫലങ്ങൾ നോക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു അസ്ട്രോളജി തന്നെയാണ് ചൈനീസ് അസ്ട്രോളജി. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള കലണ്ടറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുകയാണ്. ഈ 2026 തുടക്കത്തില് കുടുംബജീവിതത്തില് സന്തുഷ്ടിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ്. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഈ സമയത്ത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളുടെയൊക്കെ കടബാധ്യതകള് കൊടുത്തു തീർക്കുവാനായിട്ട് സാമ്പത്തിക സഹായം ചെയ്യാനൊക്കെ നിർബന്ധിതനാകും. ആ സമയത്ത് രേഖാമൂലം മാത്രം അത് ചെയ്യുക. നിങ്ങളുടെ സഹവർത്തിത്വ ഗുണത്താല് സച്ചിന്തകളൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ പ്രതികരണശേഷി നിങ്ങളുടേത് കൂട്ടേണ്ടതാണ്. ഇല്ലെങ്കിൽ ചില അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചില വിഷമഘട്ടത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് പോകേണ്ടി വരും. എങ്കിലും അന്തിമമായിട്ടുള്ള ഒരു സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് അതിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സമൂഹത്തിന് ആവശ്യമായിട്ട്, അതായത് റോഡ് വികസനമൊക്കെ വരുമ്പോൾ ഭൂമി വിട്ട് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് തക്കതായിട്ടുള്ള പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാൻ പാടില്ല. അതൊക്കെ അപകീർത്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മളുടേതല്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഇടപെടുക. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണമൊക്കെ ഏർപ്പെടുത്തുവാനായിട്ട് ഉത്സാഹവും വിശ്വാസവുമുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ നിങ്ങൾ നിയമിക്കുന്നതാണ്. അസുഖങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുവാൻ നിർബന്ധിതനാകുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ ആശുപത്രിവാസമൊക്കെ വേണ്ടിവരുന്നതാണ് പ്രായമായവർക്ക്. അവലംബിക്കുന്ന പദ്ധതികളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ അശ്രാന്തമായിട്ട് പരിശ്രമിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളില് ആജ്ഞാനുവർത്തികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതിനാൽ അതിൽ വലിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നതാണ്. നിങ്ങൾ ഈ വർഷം കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറുന്നതാണ് വളരെ നല്ലത്. അത് വിശ്വാസവഞ്ചനയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പറയുന്ന വാക്കുകളിലൊക്കെ അബദ്ധം വരാതെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കഫപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. യുക്തമായിട്ടുള്ള ഒരു തീരുമാനം സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലോ ജീവിത പങ്കാളിയുടെയോ ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അത് സഹായകരമാകുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ 2026 ആദ്യ ഭാഗം ശ്രദ്ധിക്കേണ്ടത് ആശയവിനിമയത്തിൽ അപാകത ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കൂടാതെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധയൊക്കെ ഏൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നെല്ലാം നിങ്ങൾ പിന്മാറേണ്ടതാണ്. പരീക്ഷാ ഇന്റർവ്യൂകളൊക്കെ പോകുമ്പോൾ ആത്മധൈര്യം ഉണ്ടാവേണ്ടതാണ്. ആത്മവിശ്വാസത്തോടെ പോയി എഴുതിയാൽ മാത്രമാണ് അത് വിജയിക്കുകയുള്ളൂ. സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വിദേശ ഉദ്യോഗത്തിലേക്കൊക്കെ വീണ്ടും നിങ്ങൾ മടങ്ങുന്നതാണ്. വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ച് നാട്ടിൽ വന്നവർക്കൊക്കെ വിദേശ ഉദ്യോഗം വീണ്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് വിദേശ ഉദ്യോഗം ലഭിക്കുന്നതാണ്. ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുവാനായിട്ട് അശ്രാന്ത പരിശ്രമമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കത്തിനൊക്കെ നിങ്ങളൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലകളൊക്കെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ സമയം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ചെലവഴിക്കുന്നതായിട്ടാണ് ഈ 2026 പകുതിയോട് കാണുന്നത്. അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുന്നതാണ്. പുതിയ ഭവനവും വാഹനവും ഒക്കെ വാങ്ങാനുള്ള യോഗം ഈ സമയത്ത് വരുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു സമയമാണ്. ഉദ്ദേശിച്ച വിഷയങ്ങളിലൊക്കെ പഠനത്തിന് ചേരുവാൻ കഴിയുന്നതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പരിശ്രമ സാഫല്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നേർന്നു കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ബൃഹത്തായ ഒരു വികസന പദ്ധതി രൂപീകരിക്കുകയും അത് ആസൂത്രിതമായിട്ട് നടപ്പാക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു
സമയമാണ്. ഉദ്യോഗം ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗം തന്നെ ലഭിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കാൻ ഈ വർഷം സാധ്യതയുള്ള ഒരു വർഷമാണ്. കുടുംബബന്ധം നിലനിർത്തുവാനും സ്വത്തുതർക്കം പരിഹരിക്കാനും ഒക്കെ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. സ്വയം ഭരണാധികാരം ലഭിച്ചതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് സർവ്വകാര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ നേടുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ആദ്യമൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വിവര സാങ്കേതിക വിദ്യയിലെ പുതിയ കണ്ടെത്തലുകൾക്കൊക്കെ നിങ്ങൾ സാക്ഷിയാകുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ കീഴ് ജീവനക്കാരെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനെയൊക്കെ നിങ്ങൾ നിയമിക്കുന്നതാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉയർച്ചയാണ് കാണുന്നത്. സ്ഥലം മാറ്റമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ അത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരുന്ന സ്ഥലം മാറ്റങ്ങളൊക്കെ ആയിരിക്കും. നിബന്ധനകൾക്ക് വിധേയമായിട്ട് നിങ്ങൾ പുതിയ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നതാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ച് സ്വയം തൊഴിലിലൊക്കെ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവാനുള്ള ഒരു സമയമാണ്. ശ്രമകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ വർഷ അവസാനത്തോടുകൂടി. നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൽ നിന്ന് ഒഴിഞ്ഞുമാറി യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഉൾപ്രേരണയൊക്കെ ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചതും അറിവുള്ളതുമായ വിഷയങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കുകയും അതില് വൻ വിജയം നേടാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രവർത്തന മേഖലയിൽ നിന്നെല്ലാം സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതാണ്. സഹോദര തുല്യരായവരുടെ ഗുണത്തിലെ ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്തോഷ വാർത്തകളൊക്കെ കേൾക്കുന്ന ഒരു സമയമാണ്. കുടുംബസമേതം ദേവാലയ ദർശനം നടത്തുവാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകും. ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭവന ഭാഗ്യം ഒന്നിലധികം തവണ ഈ വർഷം വരുന്നുണ്ട്. പൂയം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വർഷം ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യാപാര വിപണന മേഖലയൊക്കെ പുനരാരംഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾ അതിനെ ഒന്ന് പഠിച്ചതിന് ശേഷം ദീർഘവീക്ഷണ ബുദ്ധിയോടുകൂടി മാത്രം അത് സ്വീകരിക്കുക. ഈ 2026 വർഷ അവസാനം വഞ്ചനയിൽ അകപ്പെടാതെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പണമിടപാടുകളിലൊക്കെ നിങ്ങൾ വഞ്ചനയിൽ അകപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ പൂയം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരം പറയുകയാണെങ്കിൽ ഇവർക്കൊരു സമ്മിശ്ര വർഷമാണെങ്കിലും ഗുണം കൂടി നിൽക്കുന്ന ഒരു വർഷമാണ്. ചില കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുണ്ട്. എന്നിരുന്നാലും 2025 എന്ന വർഷത്തെക്കാളിലും ഒരു പടി ഗുണങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഈ 2026. അതുകൊണ്ട് പരിശ്രമിക്കുക, മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മംഗളമായിട്ട് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.